99% കുട്ടികൾക്കും റിവിഷൻ ചെയ്യേണ്ട ശരിയായ രീതി അറിയില്ല. വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ പക്കൽ എഫിഷ്യൻ്റായ ഒരു റിവിഷൻ സ്ട്രാറ്റജി ഉണ്ടോ? കമൻറ്റ് വെദർ യെസ് ഓർ നോ. കുട്ടികളെ സംബന്ധിച്ച് റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നോട്ട്സ് ഒന്നുകൂടെ വായിക്കുക എന്നതാണ്. എന്നാൽ ഇത് തെറ്റായ രീതിയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചെറുപ്പം തൊട്ടേ നിങ്ങൾ കണ്ടുവരുന്ന 10 രൂപ നോട്ടിൻ്റെ ഒരു ശരിയായ ചിത്രം വരയ്ക്കാൻ പറയുകയാണെങ്കിൽ ഒരൊറ്റ കുട്ടിക്ക് പോലും അത് മര്യാദയ്ക്ക് വരയ്ക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വീണ്ടും വീണ്ടും കാണുന്ന കാര്യങ്ങൾ ഓർത്തു വെക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നതാണ്. ഇന്ന് റിവിഷൻ ചെയ്യുന്നതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആൻഡ് വേദിക് രീതികളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ രീതിയിൽ ഒരൊറ്റത്തവണ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഡയറക്റ്റ്ലി നിങ്ങളുടെ ലോങ് ടേം മെമ്മറിയുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. ഒത്തിരി മാർക്ക് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു റിവിഷൻ സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒരു ചെറിയ കഥാരൂപത്തിൽ നമുക്കിതിനെപ്പറ്റി മനസ്സിലാക്കാം. നന്നായി പഠിക്കുന്ന നല്ല മാർക്സ് നേടുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് റിവിഷൻ ചെയ്തില്ല എന്ന ഒരു തെറ്റ് പറ്റിപ്പോയി. അങ്ങനെ എക്സാം ഹാളിലുള്ള പ്രഷർ കാരണം എല്ലാ കാര്യങ്ങളും മറന്നു പോവുകയും മാർക്സ് കുറഞ്ഞു പോവുകയും ചെയ്യുന്നു. ആ കുട്ടിക്ക് 3 പ്രശ്നങ്ങളാണ് റിവിഷൻ ചെയ്യുന്നതിൽ ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ നിങ്ങളിലും ഉണ്ടാകും. ഒന്നാമത്തേത് സമയലഭ്യതക്കുറവ്. ഇത് മിക്കവാറും കുട്ടികളുടെ പ്രശ്നമാണ്. അവർ പറയുന്നത് സിലബസ് പോലും തീർക്കാനുള്ള സമയമില്ലെന്നാണ്. ഇതിന് പരിഹാരമായി സ്റ്റുഡൻറ് ടൈം നിർദ്ദേശിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തേത് റിവിഷൻ ചെയ്ത സമയത്ത് ഉറക്കം വരുന്നതാണ്. അതും റിവിഷൻ ചെയ്യുമ്പോൾ മാത്രം. മൂന്നാമത്തേത് റിവിഷൻ ചെയ്യുന്ന രീതിയാണ്. അത് വെറും നോട്ട്സ് മാത്രം വായിക്കുന്നത് കൊണ്ട് പൂർണ്ണമാകുന്നില്ല. ഇതിന് പുറകിൽ ഒരു വലിയ പ്രോസസ്സ് തന്നെയുണ്ട്. ഇവയെക്കുറിച്ച് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായി, റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഉറക്കം വരുന്നത് പരിഹരിക്കാനുള്ള ഒരു ഹാക്കാണ് പറയാൻ പോകുന്നത്. ഇവ 3 തരത്തിലുണ്ട്. ഒന്നാമതായി വരുന്നത് ദ വേദിക് ഹാക്ക്. വേദിക് സയൻസ് പറയുന്ന കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കുക. വർഷങ്ങൾക്ക് മുൻപ് വേദങ്ങൾ രചിക്കപ്പെട്ടപ്പോഴുണ്ടായിരുന്ന പഠനരീതി അഥവാ സ്റ്റഡീസ് വളരെയധികം ഡിഫറൻ്റ് ആയിരുന്നു. അവിടെ ഒരു ശ്രുതി, സ്മൃതി തുടങ്ങിയ കോൺസെപ്റ്റ്സിൻ്റെ ഉപയോഗമാണ് നടത്തിയിരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറക്കം വരുമ്പോൾ 2 സ്റ്റെപ്സാണ് ഫോളോ ചെയ്യേണ്ടത്. അതിലൊന്നാമത് ഉറക്കെ വായിച്ച് പഠിക്കുക. 2 വിഷ്വലൈസ് ചെയ്ത് ഇമേജിൻ ചെയ്ത് പഠിക്കുക. അതായത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ഉറക്കം വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായി എണീറ്റ് നിൽക്കുക, പിന്നെ കസേരയ്ക്ക് ചുറ്റും നടക്കുക തുടങ്ങിയവയൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ നടന്ന് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അല്ലെങ്കിൽ റിവൈസ് ചെയ്യുന്നത് അത് കുറച്ച് വേഗത്തിൽ വായിച്ച് പഠിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് അധികം ഉറക്കം വരില്ല. ഇനി കാര്യങ്ങളെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ച് ഇമേജിൻ ചെയ്യാൻ തുടങ്ങുക. ഈ ഒരു മെത്തേഡ് ഏതൊരു സബ്ജക്റ്റിലും ചെയ്യാവുന്നതാണ്. ഈ ഒരു വിഷ്വലൈസേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. ഇങ്ങനെ നിങ്ങളുടെ ഉറക്കം ഓട്ടോമാറ്റിക്കായി പമ്പ കടക്കും. നമ്പർ 2, ഓഡിയോ ടെക്നിക്. നിരവധി ഗവേഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഒരു വ്യക്തി സ്വന്തം ശബ്ദത്തിലൂടെ കേട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ 50%-ലും കൂടുതൽ ഓർത്തു വയ്ക്കുന്നു എന്നത്. നിങ്ങളെ നിങ്ങളുടെ പഠനത്തിൽ വളരെയധികം സഹായിക്കാൻ കഴിവുള്ള ഒരു മെത്തേഡാണിത്. തിയറീസ് ഒരുപാടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് ആ പാഠഭാഗം മുഴുവനും ഒരൊറ്റ സ്ട്രെച്ചിൽ വായിക്കേണ്ടതാണ്. എന്നിട്ട് ഈ ഓഡിയോ പരീക്ഷയ്ക്ക് 1-2 ദിവസം മുന്നേ നിങ്ങൾക്ക് റിവിഷൻ പേർപ്പസിനായി ഉപയോഗിക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ ഗുണം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമ്പർ 3, ടീച്ച് അതേഴ്സ്. 101% വർക്കാകുന്ന ഒരു മെത്തേഡാണിത്. ഈ ഒരു കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയും ഗവേഷണം നടന്നിട്ടുണ്ട്. 2 വിദ്യാർത്ഥികളോട് വ്യത്യസ്ത രീതിയിൽ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ആവശ്യപ്പെട്ടു. ആദ്യത്തെ വിദ്യാർത്ഥിയോട് സാധാരണ പഠന രീതി പിന്തുടരാനും രണ്ടാമത്തെ വിദ്യാർത്ഥിയോട് മറ്റു വിദ്യാർത്ഥികളെ പഠിക്കാനും ആവശ്യപ്പെട്ടു. പരീക്ഷാ ഫലം വന്നപ്പോൾ മറ്റുള്ളവരെ പഠിച്ച വിദ്യാർത്ഥിക്ക് കാര്യങ്ങൾ കൂടുതൽ ഓർമ്മയുള്ളതായി തെളിയിക്കപ്പെട്ടു. അതായത് നിങ്ങൾക്കും ഈ ഒരു ടെക്നിക്ക് പിന്തുടരാവുന്നതാണ്. പുസ്തകം അടച്ചു വെച്ച് സ്വയം പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഉറക്കവും വരുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി എങ്ങനെയൊക്കെ റിവൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. പ്രധാനമായും 2 തരത്തിലാണ് റിവിഷൻ ഉള്ളത്. നമ്പർ 1, ഷോർട്ട് ടേം റിവിഷൻ. നമ്പർ 2, ലോങ് ടേം റിവിഷൻ. ഷോർട്ട് ടേം റിവിഷൻ, നിങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യം കൺസിഡർ ചെയ്യുക. നിങ്ങളോട് 1 മാസം മുഴുവൻ വെള്ളം കുടിക്കരുത്, പകരം മാസാവസാനം 50 ലിറ്റർ വെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? ഒരിക്കലുമില്ല. കാരണം വെള്ളം ജീവന് അത്യാവശ്യമായ ഘടകമാണ്. എല്ലാ ദിവസവും വെള്ളം കുടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുതന്നെയാണ് പഠനത്തിന് വേണ്ടത്. പഠിക്കുന്ന കാര്യങ്ങൾ കൂട്ടിവെച്ച് പരീക്ഷയ്ക്ക് മുന്നേ റിവൈസ് ചെയ്യാം എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഓരോ ദിവസവും റിവിഷൻ ചെയ്യുന്നതിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നൊക്കെ തോന്നാം. പക്ഷെ നിങ്ങൾ സമയം കണ്ടെത്തി റിവൈസ് ചെയ്യുക തന്നെ വേണം. ഒരു ദിവസം വെറും 10 മിനിറ്റ് മാത്രം റിവൈസ് ചെയ്യുക. ഒരു ദിവസം അത്രയും സമയം ആർക്ക് വേണമെങ്കിലും മാറ്റിവെക്കാവുന്നതേ ഉള്ളൂ. ക്ലാസ് കണ്ട ഉടനെ നിങ്ങളിത് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ ലോങ് ടേം മെമ്മറിയിലേക്ക് എത്തുന്നതാണ്. പഠിച്ച കാര്യങ്ങൾ വായിക്കുന്ന കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുന്നതിനും പ്രാധാന്യം നൽകുക.
പിന്നെ വായിച്ച കാര്യങ്ങൾ പുസ്തകം അടച്ചു വെച്ച് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും ആവർത്തിക്കേണ്ടതാണ്. ലോങ് ടേം റിവിഷൻ പരീക്ഷയ്ക്ക് തൊട്ടുമുന്നേയുള്ള കുറച്ച് ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യമാണ്. എല്ലാ ദിവസവും ഷോർട്ട് ടേം റിവിഷൻ ചെയ്യുന്നത് മികച്ചതാണ്. എന്നാൽ നാളെ നിങ്ങളുടെ പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ മുഴുവനായും റിവൈസ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതും പല പല സ്റ്റെപ്സായിട്ടാണ് ചെയ്യേണ്ടത്. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഒരു ഡെഡ് ലൈൻ ഉണ്ടാക്കുക എന്നത്. ഓരോ ചാപ്റ്ററും എത്ര സമയത്തിനുള്ളിൽ തീർക്കണമെന്ന് നിശ്ചയിച്ച് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും പരീക്ഷയ്ക്ക് മുന്നേ അത് വായിച്ചു തീർക്കാൻ സാധിച്ചു എന്ന് വരില്ല. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് ഷോർട്ട് ടേം റിവിഷൻ ചെയ്ത സമയത്ത് അണ്ടർലൈൻ ചെയ്ത കീവേഡ്സ് വായിക്കുക എന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. ഇങ്ങനെ ചോദ്യങ്ങൾ പരിശീലിക്കുന്ന സമയത്ത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചോദ്യങ്ങളെ ചുവന്ന നിറത്തിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഇവ ഏത് ഭാഗത്തു നിന്നുള്ളതാണെന്ന് മനസ്സിലാക്കി അത് വീണ്ടും വായിക്കുക. അതായത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വീക്ക് ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലാകാവുന്നതാണ്. ഈ പറഞ്ഞവയാണ് എഫിഷ്യൻറ്റ് റിവിഷന് വേണ്ടിയുള്ള ടോപ്പ് സ്ട്രാറ്റജീസ്. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പിന്തുടരാൻ സാധിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്കും നല്ല മാർക്ക് നേടാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.